കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ സകലത്തെയും കർത്താവ് വഹിക്കുന്നു എന്ന് എബ്രായ ലേഖനം 1-3 വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണും. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ ദൈവം. എല്ലാം വചനത്തിലാണ്. നമ്മുടെ പ്രശ്നങ്ങളെയെല്ലാം വചനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. ഏത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ഈ വചനം ഇരുവായ്ത്തലയുള്ള എല്ലാ വാളിനേക്കാൾ മൂർച്ചയേറിയത് ആയ ഈ വചനം സന്ധി മജ്ജകളെ പ്രാണനെ പോലും വേർപിടിക്കുവണ്ണം കടന്നു ചെല്ലുമെന്ന് എബ്രായ ലേഖനം 4:12 പറയുന്നു. ദൈവവചനം ഇങ്ങനെ കേട്ട് 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 നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാകും, ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാകും. വെറുതെ ബൈബിൾ വായിച്ചാൽ തന്നെ നമുക്ക് ആ വായിച്ച ദിവസം ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. സമയം കിട്ടുമ്പോൾ മാത്രമല്ല, സമയമുണ്ടാക്കിയും ഒരു 10-20 അധ്യായം ഒന്ന് വായിക്കാമോ? വായിക്കുന്ന ദിവസം നിങ്ങൾക്ക് ഭയങ്കര സ്വസ്ഥതയായിരിക്കും. നിങ്ങളുടെ വാക്കുകളെല്ലാം അധികാരമുള്ളതായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ ഫ്രഷായിരിക്കും. പാപചിന്തകളോ നിരാശയുടെ ചിന്തകളോ ഒന്നും വരില്ല. നിങ്ങളുടെ കണ്ണുകളിൽ ഭയങ്കര തിളക്കമായിരിക്കും. രക്ഷയുടെ തിളക്കം നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ കഴിയും. വിശ്വാസത്തിൻ്റെ തിളക്കം നിങ്ങളുടെ കണ്ണുകളിൽ കാണാൻ കഴിയും. ഈ ജനക്കൂട്ടം ഇരിക്കുമ്പോൾ ഞങ്ങൾ ചിലരെയൊക്കെ ഇങ്ങനെ പ്രസംഗത്തിൽ നോക്കുമ്പോൾ, ചിലരെ നോക്കുമ്പോൾ, ആ കണ്ണുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പ്രസംഗിക്കാൻ തോന്നും. ചിലരുടെ മുഖത്തോട്ട് നോക്കിയാൽ അതോടെ നമ്മുടെ പ്രസംഗത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴും. ചിലരെ നോക്കിയാൽ, ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവരുടെ ആ രക്ഷയുടെ ഹൃദയമുള്ളവരുടെ കണ്ണുകൾ വ്യത്യാസമാണ്. ആ മുഖത്ത് ആ രക്ഷയുടെ സന്തോഷമുണ്ട്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. വചനം കൊണ്ട് കിട്ടിയതാണ്. അങ്ങനെയുള്ളവർ വചനം കേൾക്കുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഒരു 10 പേര് ഒരു കൂട്ടായ്മയുടെ മുൻവശത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഹൃദയത്തിന് ഭയങ്കര ആശ്വാസമാണ്. ബില്ലി ഗ്രഹാം എന്ന ദൈവദാസൻ അമേരിക്കയിൽ വലിയ ക്രൂസേഡുകൾ നടത്തുമ്പോൾ തൻ്റെ ആ മീറ്റിങ്ങിൽ ആദ്യത്തെ 2 ലൈൻ, മുൻവശത്തെ ആദ്യത്തെ 2 ലൈൻ ഇതുപോലെയുള്ളവരെ മാത്രമേ ഇരുത്തൂ. വീണ്ടും ജന അനുഭവം ഉള്ള, രക്ഷിക്കപ്പെട്ട, ആത്മാവിൽ നിറഞ്ഞ, ദൈവകൃപയുള്ള ഒരു കൂട്ടം ജനം 2 വരി മുൻവശത്ത് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പുറകിൽ എന്ത് നടന്നാലും വിഷയമല്ല. മുൻവശത്തുള്ളവരെ കണ്ടാൽ ബില്ലി ഗ്രാമിന് പ്രസംഗം വരും. ഇതെല്ലാവരുടെയും അവസ്ഥയാണ്. ചിലരെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തീർന്നു. എന്നാൽ ഭയങ്കര ദൈവകൃപ അകത്തു സൂക്ഷിക്കുന്നവരുണ്ട്. വീട്ടിൽ ചിലപ്പോൾ കടമായിരിക്കും, വീട്ടിൽ ഭയങ്കര ജപ്തിയും പ്രശ്നമായിരിക്കും, വീട്ടിനകത്ത് വലിയ പ്രതികൂലമായിരിക്കും. എന്നാൽ ദൈവവചനത്തിൽ എല്ലാം മറന്ന് കർത്താവിന് വേണ്ടി കത്തി നിൽക്കുന്ന ഹൃദയമുള്ളവർ, അവർക്ക് ഇന്ന് പ്രശ്നമാണെങ്കിലും, ഇന്ന് ദാവീദിനെ പോലെ ഒരു ദുർഗത്തിൽ, ഒരു ഗുഹയിലാണെങ്കിലും ഇവർ നാളെ ദാവീദിനെ പോലെ രാജകീയ പദവിയിലെത്തും. കാണുമ്പോഴേ അറിയാം. അതുകൊണ്ട് രക്ഷയുടെ സന്തോഷം പോകരുത്. വചനം കേൾക്കുമ്പോൾ വളരെ ആനന്ദമുണ്ടാകണം. വചനത്തിൽ രാപ്പകൽ ധ്യാനിച്ച് സന്തോഷിക്കണം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ആ സന്തോഷം നമ്മിൽ കെട്ടുപോകരുത്. കർത്താവ് അത് എന്നും നമ്മിൽ നിലനിൽക്കാൻ സഹായിക്കട്ടെ. ചേർന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു,
ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ. ലോകരക്ഷകൻ യേശുവിനാൽ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ. ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. പ്രാർത്ഥനയോടെ പാടാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു യേശുവേ. എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. യേശു പറഞ്ഞ വാക്കാണ്. ഇനി ഞാൻ ഭൂമിയിൽ ഇരിക്കുന്നില്ല എന്നല്ല, ലോകത്തിൽ. ഭൂമിയും ലോകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇരുട്ടിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയെ ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് ലോകം. യോഹന്നാന്റെ സുവിശേഷം 15 നമ്മൾ 17 മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതായത് ലോകമെന്ന് പറഞ്ഞാൽ ഭൂമിയല്ല. ലോകമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവത്തിൻ്റെതായിരുന്ന, ഇപ്പോൾ പിശാചിൻ്റെ കയ്യിലിരിക്കുന്ന, ഇരുട്ടിലിരിക്കുന്ന ജനത്തെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ലോകം. യേശു പറയുകയാണ് പിതാവിനോട്,
ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. പിതാവേ, ഞാൻ ചെയ്യേണ്ടതെല്ലാം പൂർത്തിയാക്കിയിരിക്കാം. എൻ്റെ നാഴിക വന്നിരിക്കുന്നു. അങ്ങനെയാണ് യോഹന്നാൻ 17 തുടങ്ങുന്നത്. എൻ്റെ സമയമായി. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. യേശുവിന് എവിടെ ഇരിക്കണമെന്നറിയാം. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവൻ, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഭൂമിയിൽ ലോകത്തിൽ വന്നവൻ, ലോകത്തിലെ ഇരിപ്പ് അവസാനിപ്പിച്ച് ഇപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്ക് വീണ്ടും പുറപ്പെടുന്നു. വ്യക്തമായിട്ടറിയാം എവിടെ ഇരിക്കണം, എവിടെ ഇരിക്കരുത്, എത്ര നേരം ഇരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രം ഈ വർഷം നമുക്കുണ്ടാകണം. എവിടെ ആയിരിക്കണം, എന്തിനായിരിക്കണം, എത്ര സമയമായിരിക്കണം, എപ്പോൾ തിരിച്ചു പോകണം. അങ്ങനൊരു ചിത്രം നമ്മുടെ അകത്തുണ്ടാകണം. അതായത് യേശുവിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇത് എൻ്റേതല്ല, ഞാൻ ഇവിടത്തുകാരനല്ല, ഈ സ്ഥലം എൻ്റേതല്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. ഈ ഒരു ധൈര്യമാണ്, ഈ ഒരു ഉറപ്പാണ് യേശുവിനെ ഈ ഭൂമിയിൽ ശക്തനാക്കി മാറ്റിയത്. നമ്മൾ പലപ്പോഴും ഈ നാട്ടുകാരാണ്, നമ്മുടെ ബന്ധുക്കളാണ് ചുറ്റും കിടക്കുന്നത്, നമ്മളുടെ പഴയ കൂട്ടുകാർ കുറേ പേര് ഉണ്ട്, അവരൊക്കെ പല രാജ്യങ്ങളിലാണ്, അവർ ബന്ധുക്കൾ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, മാവേലിക്കരയിലുണ്ട്, പിന്നെ കുറച്ച് പേര് UK അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ കുറേ ഇവിടെയാണ് എന്ന ചിത്രം വരുമ്പോൾ ഇതെല്ലാം ഇവിടെയാണ് നമ്മുടെ സ്ഥിരതാമസം എന്നൊരു തെറ്റിദ്ധാരണ വരും. എന്നാൽ യേശുവിനെ ബന്ധങ്ങൾ ഒത്തിരിയായി. യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മഗ്ദലക്കാരി മറിയ, കുറേ മറിയമാർ തന്നെ യേശുവിൻ്റെ കൂടെയുണ്ട്. യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ പത്രോസും കൂട്ടരുമുണ്ട്. എന്നിട്ട് യേശു പറയുകയാണ്, എനിക്ക് ഈ ലോകത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. എന്തെല്ലാം ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ സുഹൃത്ത് ബന്ധങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിലും നമ്മൾ അതിനെ ഒരു ലിമിറ്റ് ചെയ്യണം. നമ്മൾ അറിയണം നമ്മൾ ഇവിടുത്തുകാരല്ല. യേശു കർത്താവ് പറയണം, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. പിതാവേ, ഇനി ഞാൻ ഇരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം, പിതാവേ എനിക്ക് മടുത്തു, ഇനി ഞാൻ അങ്ങോട്ട് വരികയാണ്, അതല്ല. പിതാവേ, സമയമായി, ഞാൻ വരാൻ സമയമായി, എൻ്റെ വേല തീർന്നു, എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസും പറഞ്ഞില്ലേ? യേശു കർത്താവ് എത്രയധികം. പിതാവേ, ഞാൻ ഇരിക്കുന്നില്ല, ഇവർ ഈ ലോകത്തിലിരിക്കുന്നു. എന്നാൽ യേശു 14-ാം അധ്യായത്തിൽ ഈ ലോകത്തിൽ തുടരാനുള്ള തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ പോകുന്നു, ഞാൻ പോയിട്ട് വീണ്ടും വരും. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. സ്ഥലം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കണം. ഇപ്പോൾ കുറച്ചു കാലം കൂടി നിങ്ങൾ ലോകത്തിൽ ഇരിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പോവുകയാണ്. ഞാൻ പോകുന്നത് വെറുതെ ഇരിക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണക്കാനും, നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി, ഞാൻ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടി, ഞാൻ മരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി, തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് വേണ്ടി. എങ്ങനെ യേശുവിനെ ആരാധിക്കാതിരിക്കും? എങ്ങനെ യേശുവിനെ പുകഴ്ത്താതിരിക്കും? എങ്ങനെ യേശുവിൻ്റെ രാജ്യം വളരാതിരിക്കും? സ്നേഹം കൊണ്ട് നിറഞ്ഞ, സ്നേഹനിധിയായ, കരുണയുടെ ഉറവിടമായ ആ കർത്താവിൻ്റെ ആർദ്രമായ സ്നേഹം, അതല്ലേ നമ്മെ പിടിച്ചു നിർത്തുന്നത്. കുഞ്ഞുങ്ങളെ, ഞാൻ പോവുകയാണ്, പോയിട്ട് നിങ്ങളെ ചേർക്കും. ഇപ്പോൾ നിങ്ങൾ ലോകത്തിലിരിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഇത് തന്നെ പറയുന്നു, പിതാവേ, ഞാൻ അങ്ങോട്ട് വരികയാണ്. എന്ത് ലളിതമാണ് ആ പ്രാർത്ഥന. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ഭൂമിയും സ്വർഗവും തമ്മിൽ എത്രയോ കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങൾക്കപ്പുറമായിരിക്കും ആ സ്ഥലം. എങ്കിലും
യേശുവിന് ഉറപ്പാണ്, ഇവിടുന്ന് ചന്ദ്രനിൽ പോകുന്നവന് അവിടെ എത്താൻ ഇതുവരെയും പറ്റിയിട്ടില്ല. 3 പേര് ചന്ദ്രനിൽ കാല് കുത്തി എന്ന് പറയുന്നു, ചിലർ പറയുന്നു കാല് കുത്തിയില്ലെന്ന് പറയുന്നു. കാരണം ഇപ്പോഴുള്ളവരത് പറയാൻ കാരണം, ഒരു സാങ്കേതിക മികവും ഇല്ലാത്ത കാലത്ത് ചന്ദ്രനിൽ കാല് കുത്തി എന്ന് പറഞ്ഞിട്ടും ഇത്രയും സാങ്കേതിക മികവ് ഉണ്ടായിട്ട് ഇപ്പോൾ ആർക്കും കാല് കുത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതാണ് ചോദ്യം. എന്തുമാകട്ടെ, അപ്പോൾ ചന്ദ്രനിൽ നിന്നുകൊണ്ട് സങ്കീർത്തനം വായിച്ചെന്നും ചന്ദ്രനിൽ കൊടി കുത്തിയെന്നും പറയുന്നത് ഏതോ മരുഭൂമി കൊണ്ട് കൊടി കുത്തിയതാണെന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്തുമാകട്ടെ, നമുക്ക് ശാസ്ത്രം വളരാനായിട്ട് ആഗ്രഹിക്കാം. ശാസ്ത്രീയ ഗവേഷണങ്ങളും എല്ലാം നടക്കട്ടെ. തൊട്ട് മുകളിൽ കാണുന്ന ഒരു ചന്ദ്രനിലേക്ക് വരാൻ കാലുകുത്താൻ പലർക്കും പറ്റാതെയാകുമ്പോൾ യേശു പറയുന്നു, പിതാവേ ഞാൻ അങ്ങോട്ട് വരികയാണ്. അതാണ് പ്രത്യാശ, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ധൈര്യം. ഞാൻ അങ്ങോട്ട് വരികയാണ്, ഞാൻ അങ്ങോട്ട് വരികയാണ്. യേശു ഇങ്ങോട്ട് വന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാനിതാ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ഇങ്ങോട്ട് വന്നതും സന്തോഷത്തോടെയാണ്, അങ്ങോട്ട് പോകുന്നതും സന്തോഷത്തോടെയാണ്. യേശുവിനെ കുറിച്ച് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതൽ, യേശുവിനെ കുറിച്ച് കേട്ട് കേട്ട് യേശുവിൻ്റെ അതേ മനോഭാവം ഉണ്ടാകാൻ എനിക്കും നിങ്ങൾക്കും ഈ പ്രാർത്ഥന, ഈ ധ്യാനം കാരണമാകണം. നമ്മിൽ ഭയങ്കര മാറ്റമുണ്ടാകണം, ഭയങ്കര ധൈര്യമുണ്ടാകണം, വലിയ പ്രത്യാശയുണ്ടാകണം. പിതാവേ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരികയാണ്. എത്ര ലളിതമാണ്, എത്രയോ കോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള കാര്യം. എത്ര ലളിതമായിട്ടാണ് കർത്താവ് പറയുന്നത്. സ്വർഗത്തിലേക്ക് വരും. പിതാവേ, സ്വർഗമില്ലെന്നും നരകമില്ലെന്നും എല്ലാം ഇവിടെയാണെന്നും പറയുന്ന ആൾക്കാർ. നോഹയുടെ കാലത്തും അത് പറഞ്ഞു. സ്വർഗവുമില്ല, നരകവുമില്ല, ദൈവവുമില്ല, ദൈവത്തിന് അങ്ങനെ പരിപാടിയില്ല. പ്രപഞ്ചത്തിൽ എന്തോ ഒരു പൊട്ടിത്തെറിയുണ്ടായി. അങ്ങനെയാണ് വാൽമാക്രി ഉണ്ടായത്. വാൽമാക്രിയിൽ നിന്ന് കുരങ്ങനുണ്ടായി, കുരങ്ങനിൽ നിന്ന് അച്ചായനുണ്ടായി. ഇതാണ് സ്കൂളുകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടായത്. എന്നാൽ ഒരു വിഷയം വരുമ്പോൾ എല്ലാവരും കൂടി എൻ്റെ ദൈവമേ, അതെവിടെ നിന്നുണ്ടായി? അതുകൊണ്ടാകുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക ബോധമുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്. ദൈവമേ എല്ലാവരുടെ അകത്തുണ്ട്. ദൈവമില്ലെന്ന് പറയുന്ന എല്ലാവരുടെ അകത്ത്. ഞാൻ കേട്ടിട്ടുള്ളൊരു ഉദാഹരണം, ഞാൻ ഇടയ്ക്ക് പറയുന്നൊരു ഉദാഹരണം, ഈ തിരുവല്ലയിൽ ഒരു നിരീശ്വരവാദി, ഒരു കാലത്ത് പുസ്തകങ്ങളൊക്കെ അനവധി എഴുതിയ ഒരു നിരീശ്വരവാദി, അദ്ദേഹം ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്, കൺവെൻഷൻ. ദൈവമില്ല, 3 ദിവസം ദൈവമില്ലെന്ന് തെളിയിച്ചു. എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്, ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ, ദൈവമില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം അവസാനിപ്പിക്കുന്നു. ഈശ്വരൻ സഹായിക്കട്ടെ എന്ന്, ദൈവമില്ലെന്ന് തെളിയിക്കാൻ. എല്ലാ നിരീശ്വരവാദിയുടെ അകത്തൊരു ദൈവിക ബോധമുണ്ട്. ദൈവം ഇല്ലെന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? അതിൻ്റെ മറവിൽ കുറച്ച് പാപം ചെയ്യാനാണ്. ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ചെയ്യാൻ പറ്റും. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടി, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, എല്ലാം കാണുന്ന അഗ്നിജ്വാലക്കൊത്ത കണ്ണില്ലേ. ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയല്ലോ. എല്ലാവർക്കും അറിയാം ദൈവം ഉണ്ടെന്ന്. ഈ നിരീശ്വരവാദികളോടെല്ലാം ചോദിച്ചോ, അവരേറ്റവും ഒടുവിൽ ദൈവമേ എന്ന് വിളിച്ചു പോകും. എപ്പോഴെങ്കിലും അവർ ദൈവമേ എന്ന് വിളിച്ചു. ദൈവത്തെ വിളിക്കാത്ത ആരാ? അപ്പോൾ യേശുവിൻ്റെ ഉറപ്പാണ്, പിതാവേ ഞാനങ്ങോട്ട് വരികയാണ്. എളുപ്പമാണോ വരവ്? എങ്ങനെയാണ് വരുന്നത്? നേരെ ഗദശമനത്തോട്ടത്തിൽ ചെന്ന്, ഗദശമനത്തോട്ടത്തിൽ പടയാളികൾ വന്ന് പിടിച്ച് ചങ്ങലക്കിട്ട് 3 കോടതികളിൽ മാറി മാറി വിസ്തരിച്ച്, ഉഴുവുചാല് പോലെ കീറി
കാൽവരി മലയിലേക്ക് മരക്കുരിശുമായിട്ട് വീണും എഴുന്നേറ്റ് നടന്ന്, കണ്ടാൽ ആളല്ലാതെ വണ്ണം വിരൂപനായി, പൂർണ്ണ നഗ്നനായ കുരിശിൽ 2 കള്ളന്മാരുടെ നടുവിൽ നിന്ദിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, തുപ്പലേറ്റവനായി, അപവാദമുള്ളവനായി കിടന്ന് അവിടെ നിന്നാണ് പോകുന്നത്. പിതാവേ, ഞാൻ അങ്ങോട്ട് വരികയാണ്. വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല, അത് വലിയൊരു ത്യാഗമാണ്. അതിനെ എല്ലാം കൂടി ചേർത്ത് യേശു പറഞ്ഞ വാക്ക് ഞാൻ അങ്ങോട്ട് വരികയാണ്. ലളിതമായിട്ട് പറഞ്ഞു. എനിക്കിനി സംഭവിക്കാൻ പോകുന്നത് ഒരു യാത്രയാണ്. അത് മഹത്വത്തിലേക്കുള്ള യാത്ര. ലോകസ്ഥാപനത്തിന് മുന്നമേ നിന്റെ അടുക്കൽ എനിക്കുണ്ടായ മഹത്വം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. 5-ാം വാക്യത്തിൽ, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം, ആ മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തുക. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നിന്റെ അടുക്കൽ. യേശുവിന് ഉറപ്പാണ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ മഹത്വമുള്ളവനായിരുന്നു. ഞാൻ അതിലേക്ക് കയറാൻ പോയാണ്. എന്നാൽ എനിക്ക് ഒരു പാനപാത്രം കുടിക്കാനുണ്ട്. അതൊരു വലിയൊരു കയ്പാണ്, അത് വലിയൊരു വേദനയാണ്. എന്നാൽ അത് കഴിയുമ്പോൾ എനിക്കൊരു മഹത്വമുണ്ട്. ഈ ഒരു ധൈര്യമാണ് യേശുവിനെ എല്ലാ ക്രൂശുകളെയും നേരിടാൻ ശക്തിയുള്ളതാക്കി മാറ്റുക, എല്ലാ വേദനകളെയും തരണം ചെയ്യാൻ. ഒരു വിശ്വാസി ധൈര്യമുള്ളതാകുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മഹത്വം ആണ്, മുൻപിൽ വെച്ചിരിക്കുന്ന തേജസ്. അതുകൊണ്ടാണ് മോശ മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വളരെ ധനമെന്ന് എണ്ണിയത്. വളരെ ലളിതമായിട്ട് യേശു കർത്താവ് പറയണേ, പിതാവേ, ഞാൻ അങ്ങോട്ട് വരികയാണ്. വളരെ ലളിതം. ഞാൻ ഈ ലോകത്തിലിരിക്കുന്നില്ല, ഇവർ ലോകത്തിലിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരികയാണ്. പ്രാർത്ഥനയാണ്. കർത്താവേ, പിതാവേ, എന്നെ കൊണ്ടുപോകണേ, ഞാൻ ഇവിടെ സ്റ്റക്കായി പോകരുതേ, ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരികയാണ്. യേശു നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ച് പോയതാണ്. യേശു പറയണ ഉറപ്പാ, അങ്ങോട്ട് ചെല്ലും. ഈ ഒരു ധൈര്യമാണ് അനേകരെ രക്തസാക്ഷികളാക്കിയത്. ഈ ധൈര്യമാണ് അനേകരെ ധൈര്യശാലികളാക്കിയത്. അനേകരെ മുന്നോട്ട് കർത്താവിന് വേണ്ടി കുതിക്കുവാൻ, ഏത് പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ ശ്രേഷ്ഠരാക്കി മാറ്റിയത് അതാണ്. ഞാനിനി ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വരികയാണ്. പൗലോസ് പറഞ്ഞു, എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് ഞാൻ അറിയുന്നു. സമയമായി, അറിയണം. എല്ലാം അറിയാനുള്ള ഒരു ബോധം ഈ ഭൂമിയിൽ വെച്ചേ ദൈവം നമുക്ക് തരും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അതുവരെ നമുക്ക് മുന്നോട്ട് ഓടാം. ഈ ലോകത്തിൽ എത്ര നാളിരിക്കുന്നുവോ ജ്യോതിസുകളെ പോലെ ഈ ലോകത്തിൽ പ്രകാശിക്കണം. ഈ ഭൂമിക്ക് വെളിച്ചമായും ലോകത്തിന് ഉപ്പായിട്ട് നമുക്ക് തീരണം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ താങ്ങാൻ കഴിയാതെ തളർന്നു പോകുന്ന ഓരോരുത്തർക്കും ഇന്ന് കേട്ട വചനം ഫലമാകട്ടെ. ഈ ഭൂമിക്കപ്പുറമുള്ള ഒരു സ്വർഗീയ മഹത്വത്തിലേക്ക്, അവിടുന്ന് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന പദവികളിലേക്ക് ഈ ഭൂമിക്കപ്പുറം ഞങ്ങൾ വരേണ്ടവരാണെന്നുള്ളൊരു ബോധ്യത്തിൽ എന്നും ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിതത്തിൽ വരുന്ന എല്ലാറ്റിനെയും അതിജീവിക്കാൻ ഞങ്ങൾ ശക്തരായി തീരുവാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കും. എല്ലാ പാപത്തെയും തോൽപ്പിക്കുവാൻ, എല്ലാ രോഗത്തെയും, എല്ലാ പിശാചിൻ്റെ പദ്ധതികളെയും മറിച്ചു കളയാനുള്ള ശേഷി ഈ ജഡത്തിൽ വസിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ധൈര്യവും പ്രത്യാശയും വർദ്ധിക്കട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ. സാമ്പത്തിക മേഖലകളെല്ലാം ഇന്നു മുതൽ തുറന്നു വരട്ടെ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വഴികൾ തുറക്കട്ടെ. വിദേശ യാത്രകളുണ്ടാകട്ടെ. വീടുകളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. കുടുംബ ബന്ധങ്ങൾ ഫലമുള്ളതാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ഒരാഴ്ച ദൈവവചനം കേട്ട എല്ലാവർക്കും നന്ദി. പ്രത്യേകം ഒരു സന്തോഷമുള്ളത്, നാളത്തെ സഭായോഗം രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നല്ലോ. പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് എല്ലാവരും പ്രത്യേകം ക്ഷണിക്കാൻ കാരണം,
വത്സൻ വർഗീസ് എന്ന അനുഗ്രഹീതനായ ദൈവദാസൻ ഹൈദരാബാദിൽ നിന്ന് കടന്നു വരുന്നു. 10,000-ത്തിലധികം പേര് ഒരുമിച്ച് കൂടുന്ന ഒരു സഭയുടെ, ഇന്ത്യയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് അതൊരു വലിയ പദവിയായിരിക്കും. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ കാണാം. നേരിട്ട് വരാൻ കഴിയുന്നവർ മറ്റു ജില്ലകളിൽ നിന്ന് പോലും നിങ്ങൾ വരിക, പ്രതീക്ഷയോടെ കടന്നു വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലും ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥന തുടരുന്നതാണ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.